നമസ്കാരം. കാപ്പ കേസിൽ പ്രതിയായി തൃശൂർ വിയ്യൂർ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന് ആശ്വാസമായത് തദ്ദേശ സ്വയംഭരണ ആഭ്യന്തര വകുപ്പുകളുടെ അനുകൂല റിപ്പോർട്ടാണ്. ജയിലിൽ കഴിയുന്നതിനാൽ കൗൺസിൽ യോഗത്തിൽ ഹാജരാകാൻ സാധിക്കാത്ത സുഗതന് അവധിക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പും കൗൺസിൽ അപേക്ഷ പാസാക്കിയാൽ അംഗത്വം സുരക്ഷിതമായിരിക്കുമെന്ന ആഭ്യന്തര വകുപ്പും വ്യക്തമാക്കിയ റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് മേയർ നിർണായക നീക്കം നടത്തിയത്. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ വാഴോട്ടുകുണം വാർഡ് കൗൺസിലറായ സുഗതന് അംഗത്വത്തിൽ അയോഗ്യത വരുമായിരുന്നു. ഇത് മറികടക്കാനാണ് ബി.ജെ.പി. തദ്ദേശ അണ്ടർ സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി കൗൺസിൽ യോഗത്തിൽ അവധി അപേക്ഷ വോട്ടെടുപ്പിനിട്ടത്. മേയർ വി. രാജേഷിന്റെ കാസ്റ്റിംഗ് വോട്ടോടെയാണ് കൗൺസിൽ യോഗത്തിൽ സുഗതന്റെ അവധി അപേക്ഷ പാസ്സായത്. UDF വിമത കൗൺസിലറുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ അപേക്ഷയ്ക്ക് അനുകൂലമായി 51 വോട്ടുകൾ ലഭിച്ചു. നേരത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ പോലീസ് സംരക്ഷണത്തോടെയുള്ള എസ്കോർട്ട് പരോൾ വേണമെന്ന സുഗതന്റെ ആവശ്യം ആഭ്യന്തര വകുപ്പ് നിരസിച്ചിരുന്നെങ്കിലും അവധി അനുവദിച്ചതോടെ സുഗതന്റെ കൗൺസിലർ സ്ഥാനം നിലവിൽ ഭീഷണിയില്ലാതെ തുടരും. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. ഭരണത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാക്കാൻ തന്ത്രപരമായ കരുനീക്കങ്ങൾ നടത്തിയ കോൺഗ്രസിന് സ്വന്തം സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് തന്നെ കനത്ത തിരിച്ചടിയേറ്റ സംഭവം തലസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റഴിച്ചുവിടുന്നു. വി. രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണം കൂടുതൽ സുരക്ഷിതമായപ്പോൾ അതിന് വഴിയൊരുക്കിയത് കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല ഭരിച്ചിരുന്ന ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറാണെന്ന യാഥാർത്ഥ്യം UDF ക്യാമ്പിനെ കടുത്ത വെട്ടിലാക്കിയിരിക്കുകയാണ്. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ ആർ. സുഗതന്റെ അംഗത്വത്തിന് അയോഗ്യത വരുമായിരുന്നു. ഈ നിയമപരമായ സാധ്യത മുന്നിൽ കണ്ട് സുഗതനെ അയോഗ്യനാക്കി നഗരസഭയിൽ ബി.ജെ.പിയുടെ ഭൂരിപക്ഷം തകർക്കാമെന്നായിരുന്നു UDFും LDFും ഒരുപോലെ കണക്കൂട്ടിയത്. എന്നാൽ ജയിലിൽ കഴിയുന്നതിനാലാണ് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതെന്നും അതിനാൽ പോലീസ് സംരക്ഷണത്തോടെ യോഗത്തിൽ പങ്കെടുക്കാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ട് സുഗതൻ നേരത്തെ അപേക്ഷ നൽകിയായിരുന്നു. സുഗതന്റെ ഈ അപേക്ഷ പരിശോധിച്ച ആഭ്യന്തര വകുപ്പ് നേരിട്ട് പങ്കെടുക്കാനുള്ള അനുമതി നിരസിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ പകരം നഗരസഭാ കൗൺസിൽ വോട്ടെടുപ്പിലൂടെ തീരുമാനമെടുത്ത് ഭൂരിപക്ഷം ലഭിച്ചാൽ തടസ്സമില്ലാതെ ലീവ് അനുവദിക്കാമെന്നും അങ്ങനെ വന്നാൽ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കുമെന്നും വ്യക്തമാക്കുന്ന ഒരു കത്ത് ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചു. ജയിൽ സൂപ്രണ്ട് മുഖേന സുഗതൻ സമർപ്പിച്ച അപേക്ഷയ്ക്ക് നിയമപരമായി സാധുത നൽകുകയും ഭരണം നിലനിർത്താൻ ബി.ജെ.പിക്ക് അപ്രതീക്ഷിതമായി വഴിയൊരുക്കുകയും ചെയ്തത് ആഭ്യന്തര വകുപ്പിന്റെ ഈ നിലപാടായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം നഗരസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറി സുഗതന് അവധിക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ടെന്ന് വ്യക്തമാക്കി ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്ക് വീണ്ടും റിപ്പോർട്ട് നൽകിയായിരുന്നു. അവധി അപേക്ഷ കൗൺസിൽ പാസാക്കിയാൽ സുഗതന്റെ അംഗത്വം സുരക്ഷിതമായിരിക്കുമെന്ന് തദ്ദേശ വകുപ്പും കത്ത് നൽകി. മുനിസിപ്പൽ നിയമപ്രകാരം ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് അവധി അനുവദിക്കാൻ കഴിയില്ലെന്ന ശക്തമായ വാദം ഉയർത്തിയ കൗൺസിലിൽ ആഞ്ഞടിച്ച കോൺഗ്രസ് കക്ഷി നേതാവ് KS ശബരിനാഥിന്റെ സർവ്വതന്ത്രങ്ങളെയും നിഷ്പ്രഭമാക്കാൻ ഭരണപക്ഷത്തിന് കരുത്തായത് ഈ ഔദ്യോഗിക കത്തുകളാണ്. വെള്ളിയാഴ്ച ചേർന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ മേയർ വി. രാജേഷ് ഈ കത്തുകൾ ചൂണ്ടിക്കാട്ടുകയും സുഗതന്റെ അവധി അപേക്ഷ നിയമപരമാണെന്നും വോട്ടെടുപ്പ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ മേയർക്ക് അധികാരമുണ്ടെന്നും പ്രഖ്യാപിക്കുകയായിരുന്നു. കൗൺസിൽ യോഗത്തിൽ മേയർ വി. രാജേഷ് ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലർ വായിച്ചു കേൾപ്പിച്ചതോടെ നിയമപോരാട്ടത്തിന് തയ്യാറെടുത്ത് എത്തിയ ശബരിനാഥിനും പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായി സ്തബ്ധരായി പോകുന്ന കാഴ്ചയ്ക്കാണ് നഗരസഭ സാക്ഷ്യം വഹിച്ചത്. തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ മേയർ ഭരണപക്ഷത്തിന് അനുകൂലമായി വിജയം ഉറപ്പിച്ചു. UDF വിമതനായി വിജയിച്ച സുധീഷ് കുമാറും വോട്ടെടുപ്പിൽ ബി.ജെ.പിയെ പിന്തുണച്ച് ഭരണപക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചു. ഒടുവിൽ മേയർ വി. രാജേഷിന്റെ നിർണായകമായ കാസ്റ്റിംഗ് വോട്ടോടുകൂടി 51 വോട്ടുകൾ നേടി സുഗതന്റെ അവധി അപേക്ഷ കൗൺസിൽ പാസാക്കിയെടുത്തു. വിമതന്റെ പിന്തുണയും സർക്കാരിന്റെ കത്തും തുണച്ചതോടെ വാഴോട്ടുകുണം വാർഡ് കൗൺസിലറായ സുഗതന്റെ അംഗത്വം ഭദ്രമായി. സ്വന്തം വകുപ്പിന്റെ കത്തിലൂടെ ബി.ജെ.പിക്ക് ഭരണപരമായ എളുപ്പവഴി തുറന്നു നൽകിയ സംഭവം കോൺഗ്രസിനുള്ളിൽ വലിയ ആഭ്യന്തര തർക്കങ്ങൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. മുനിസിപ്പൽ ചട്ടങ്ങൾ ഉദ്ധരിച്ച് കൗൺസിലിൽ പോരാടിയ KS ശബരിനാഥിനെ രാഷ്ട്രീയമായി പൂട്ടിക്കെട്ടാൻ ചെന്നിത്തല ഭരിച്ചിരുന്ന വകുപ്പ് മനഃപൂർവ്വം ചെയ്ത ചതിയാണോ ഇതെന്ന് കോൺഗ്രസിനുള്ളിലെ ചില കോണുകളിൽ നിന്ന് രഹസ്യമായി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സ്വന്തം പാർട്ടി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് തന്നെ കൗൺസിലിലെ വാദങ്ങൾ തകർത്തെറിഞ്ഞത് UDFിനെ കടുത്ത ആത്മപരിശോധനയിലേക്ക് തള്ളിവിട്ടു. ബി.ജെ.പിയും കോൺഗ്രസും ഒത്തുകളിച്ചാണ് ബി.ജെ.പി. കൗൺസിലറായ സുഗതനെ രക്ഷപ്പെടുത്തിയതെന്ന ആരോപണവുമായി LDFും രംഗത്തെത്തിയിട്ടുണ്ട്. ബി.ജെ.പിക്ക് വഴിവിട്ട സഹായം നൽകാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായതിലാണ് ഇടതുപക്ഷം സംശയം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ സർക്കാർ നൽകിയ നിർദ്ദേശവും നിയമപരമായ സർക്കുലറും പൂർണ്ണമായി തങ്ങൾക്ക് അനുകൂലമായി മാറ്റിമറിക്കാൻ സാധിച്ചത് ബി.ജെ.പിക്ക് വലിയ രാഷ്ട്രീയ ജയവും LDFിനും UDFിനും ഒരേപോലെ കനത്ത പ്രഹരവുമായി മാറി. വിയ്യൂർ ജയിലിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യിച്ചത് മുതൽ സുഗതന്റെ കൗൺസിലർ സ്ഥാനം നിലനിർത്തുന്നവരെയുള്ള ഓരോ ഘട്ടത്തിലും ബി.ജെ.പി. കാണിച്ച രാഷ്ട്രീയ ജാഗ്രതയ്ക്കാണ് നഗരസഭ സാക്ഷ്യം വഹിച്ചത്. ഈ അപ്രതീക്ഷിത തിരിച്ചടിയോടെ തിരുവനന്തപുരം നഗരസഭയിൽ ഉടനടി അട്ടിമറി നടത്താമെന്ന പ്രതിപക്ഷ മോഹങ്ങൾ പൂർണ്ണമായി തകർന്നു. ഭാവിയിൽ പ്രതിപക്ഷം ഈ വിഷയം കോടതിയിലേക്ക് കൊണ്ടുപോയാലും ആഭ്യന്തര വകുപ്പ് നൽകിയ സർക്കുലറും കൗൺസിലിലെ ഭൂരിപക്ഷ തീരുമാനവും ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാൻ ഇനി ബി.ജെ.പിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും.